ശിവനേക്കാൾ ഏറെ സതികായിരുന്നില്ലേ ശിവനോട് പ്രണയം? പ്രകൃതിയാണ് പരാശക്തി. ഇവരുടെ രണ്ടുപേരുടെയും സമ്മേളനമാണ് എന്ത് ഈ പ്രപഞ്ചം, ഈ കാണാവുന്നത് മുഴുവൻ, ഈ ലോകം മുഴുവൻ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി. നമ്മൾ ഇന്ന് നമ്മുടെ ലൗകിക ജീവിതത്തിൽ കാണുന്ന പ്രണയവുമായിട്ട് ഒരിക്കലും ശിവന്റെ പ്രണയത്തെ അല്ലെങ്കിൽ സതിയുടെ പ്രണയത്തെ ഒന്നും തുലനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ചന്ദ്രചൂഡ ശിവശങ്കര സതി ഇല്ലാതായ സമയത്താണ് അതിന്റെ ആ ഒരു ബാലൻസ് തെറ്റുന്നത്, അല്ലേ? ഭഗവാൻ താണ്ഡവം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാം. ആ പ്രകൃതി പുരുഷനും ഇല്ലാതാവുന്ന സാഹചര്യം ശരിക്കില്ല. അവർ തമ്മിൽ ഒരുമിച്ച് എല്ലാ സമയത്തും ഇരിക്കുന്നുള്ളൂ. അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് നമ്മൾ. അത് കാണിക്കാനാണ് സതിയുടെ യോഗം കാണിക്കുന്നത്. അപ്പൊ കാമചിന്തയോടുകൂടി ഒരിക്കലും പാർവതിക്ക് ആരെ കിട്ടില്ല? ഭഗവാൻ മഹാദേവനെ കിട്ടില്ല. അപ്പോ ശിവനിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ശക്തിയാണ്. തീർച്ചയായിട്ടും. ചേട്ടൻ്റെ വളരെ വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുള്ളതായിരുന്നു. ശിവന്റെയും സതിയുടെയും ആ ഒരു പ്രണയത്തെ പറ്റി സംസാരിക്കുന്നത്. അതിനകത്തിൽ വളരെ വാചാലമായി പറയുന്നുണ്ട് ശിവന് സതിയോടുണ്ടായിരുന്ന ഒരു പ്രണയത്തെ പറ്റിയും അതേപോലെ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു, സതീനെ ഇല്ല എന്നറിഞ്ഞപ്പോൾ ഉറക്കെ കരയുന്ന, അല്ലെങ്കിൽ ശിവനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ശിവനേക്കാൾ ഏറെ സതികായിരുന്നില്ലേ ശിവനോട് പ്രണയം? ഞാൻ അന്ന് പറഞ്ഞ നിലയിലായിരിക്കില്ല ചിലപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. നമ്മൾ ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് അടുത്തറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്തായിരുന്നു എന്ന് നമ്മൾ കുറച്ചുകൂടെ ബോധ്യപ്പെടും. നമ്മൾ ഈ കാണുന്ന സാധാരണ ലൗകിക ജീവിതത്തിൽ കാണുന്നൊരു പ്രണയമൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ മഹാദേവന് സതിയോട് അല്ലെങ്കിൽ ശ്രീ പാർവതിയോട് അല്ലെങ്കിൽ പൊതുവിൽ പറയുമ്പോൾ ശക്തിയോടുള്ളത് എന്ന് പറയേണ്ടി വരും. നോക്കൂ, പ്രപഞ്ച ശക്തി തന്നെ നിലനിൽക്കുന്നത്, നമ്മൾ ഒരു വ്യാഖ്യാനം പറയുന്നത്, പുരുഷനും പ്രകൃതിയും കൂടിച്ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിൽ ഈ പ്രപഞ്ചത്തിലെ പുരുഷ ചൈതന്യത്തെയാണ് മഹാദേവൻ പ്രതിനിധാനം ചെയ്യുന്നത്. പ്രകൃതിയാണ് പരാശക്തി. ഇവരുടെ രണ്ടുപേരുടെയും സമ്മേളനമാണ് എന്ത് ഈ പ്രപഞ്ചം, ഈ കാണാവുന്നത് മുഴുവൻ, ഈ ലോകം മുഴുവൻ. അപ്പോൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷിതാക്കളാണ് ശിവപാർവതിമാർ അല്ലെങ്കിൽ സതി മഹാദേവന്മാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരിക്കലും ഇവരുടെ ഏതെങ്കിലും ഒരു നമ്മൾ ഇന്ന് നമ്മുടെ ലൗകിക ജീവിതത്തിൽ കാണുന്ന പ്രണയവുമായിട്ട് ഒരിക്കലും ശിവന്റെ പ്രണയത്തെ അല്ലെങ്കിൽ സതിയുടെ പ്രണയത്തെ ഒന്നും തുലനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഭഗവാനോട്, മഹാദേവനോട് അല്ലെങ്കിൽ ഭഗവതിയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഞാനന്ന് അങ്ങനെ വ്യാഖ്യാനിച്ചതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കേണ്ടത് പ്രകൃതി പുരുഷ സംയോഗമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ശിവലിംഗം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ശിവലിംഗത്തിൻ്റെ ലിംഗഭാവം ഭഗവാനും അതിൻ്റെ ഇരിക്കുന്ന പീഠം, ആ യോനി ഭാഗം എന്ന് പറയുന്നത് ദേവിയാണ്. ഏത് വിഗ്രഹത്തിനും ആ രീതി ഉണ്ടാവും. അങ്ങനെയാണ് അത് ഇറക്കി വെക്കുക ഒരു പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത്. അപ്പം അത് കാണിക്കുന്നത് ഏത് ദേവതയാണെങ്കിലും അതിലൊക്കെ എന്തുണ്ട്? ഈ പുരുഷ പ്രകൃതി സംഭോഗം അല്ലെങ്കിൽ പുരുഷ പ്രകൃതി ചേർന്നിരിക്കുന്ന ആ അവസ്ഥയുണ്ട്. അതാണ് മഹാദേവനിൽ നിന്നും പാർവതി എന്നും വിളിക്കുന്ന അല്ലെങ്കിൽ സതി എന്നും മഹാദേവൻ എന്നും വിളിക്കുന്ന ആ ചൈതന്യം. അതിലേക്ക് കാണുന്ന ഈ പ്രണയത്തെ അല്ല നമ്മൾ അതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, മറിച്ച് ആ ഭഗവാനും ഭഗവതിയും ഒന്നിച്ചിരിക്കുന്ന ആ അവസ്ഥയാണ് ഈ കാണാവുന്നത് മുഴുവൻ എന്നുള്ളതാണ്. അത് ഇല്ലാതാവുമ്പോഴാണ് പ്രകൃതിക്കും പുരുഷനും പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ സതി ഇല്ലാതായ സമയത്താണ് അതിൻ്റെ ആ ഒരു ബാലൻസ് തെറ്റുന്നത്, അല്ലേ? ഭഗവാൻ താണ്ഡവം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പ്രകൃതി പുരുഷനും ഇല്ലാതാവുന്ന സാഹചര്യം ശരിക്കില്ല. അവർ തമ്മിൽ ഒരുമിച്ച് എല്ലാ സമയത്തും ഇരിക്കുന്നുള്ളൂ. അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് നമ്മൾ. അത് കാണിക്കാനാണ് സതിയുടെ യോഗം കാണിക്കുന്നത്. ഒരിക്കലും ശിവനില്ലാതെ ശക്തിയും ശക്തിയില്ലാതെ ശിവനും ഇല്ല. അവരൊരുമിച്ച്, അവർ ഭേദഭാവം തന്നെ ഇല്ല. അതൊറ്റ ചൈതന്യമാണ്. നമ്മളതിനെ നമുക്കിഷ്ടമുള്ള പേരുകളിൽ ശിവനെന്നും ശക്തി എന്നൊക്കെ വിളിക്കുന്നതേ ഉള്ളൂ. അത് ശിവഭക്തർ ശിവൻ എന്ന് വിളിക്കും, ദേവിഭക്തർ ദേവി എന്ന് വിളിക്കും, അതിനെ ആത്യന്തികമായിട്ട് ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മം എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. ആ പ്രണയമല്ല നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ പറയാൻ വന്നത്. ചേട്ടാ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതിയും ഒന്നിക്കുന്ന സമയത്ത് കാമദേവന്റെ ഭാര്യയിൽ നിന്ന് ഒരു ശാപം ഏറ്റുവാങ്ങിയിട്ട് പാർവതി ഗർഭം ധരിക്കില്ല എന്നൊരു ശാപമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് പിന്നീട് 3 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വരദാനം പോലെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ദൈവികപരമായ ഈ ഒരു കഥ അനുസരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അതൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷേ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊരു പ്രധാന ഘടകമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഘടകം ഇല്ലായ്മ കൊണ്ട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ശരിക്കും ഇപ്പോൾ ഇതൊരു പ്രധാന കാര്യമാണോ ജീവിതത്തിൽ? നോക്കൂ, ഇതൊക്കെ
നമ്മൾ പൊതുവിൽ പറയുന്ന ഒന്നാണ് ഈ പരോക്ഷപ്രിയ ദേവഹ എന്നാണ്. എന്ന് വെച്ചാൽ ഓരോ കഥകളിലൂടെയും പറഞ്ഞു വയ്ക്കുന്ന തത്വാംശം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ പ്രകൃതിയും പുരുഷനും തമ്മിൽ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സാധാരണ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്ക് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു സാധന രീതി പിന്തുടരുന്നു. കൃത്യമായിട്ടുള്ളൊരു ഉപാസനാ രീതി ഒരു ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച് ഞാനത് പിന്തുടരുന്നു. അപ്പം ഞാൻ കൂടുതൽ ആരിലേക്ക് അടുക്കുകയാണ്? ഈശ്വരനിലേക്ക് അടുക്കുകയാണ്, അല്ലേ? ഈശ്വരനിലേക്ക് അടുക്കുന്ന സമയത്ത് എന്നെ ഈശ്വരനിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ മനസ്സാണ്, അല്ലേ? ആ മനസ്സ് നിരന്തരം എന്ത് ചെയ്യും? അതിന് പലപ്പോഴായി കിട്ടുന്ന താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾ അതിന് മതി എന്നത് നിർബന്ധം പിടിക്കും. ആ താൽക്കാലികമായി കിട്ടുന്ന സുഖത്തെയാണ് നമ്മൾ കാമം എന്ന് വിളിക്കുന്നത്, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ. അപ്പൊ ഈ കാമദേവനാണ് പാർവതിക്ക് വേണ്ടി ശിവനെ എന്ത് ചെയ്യുന്നത്? ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഒരിക്കലും ആ രീതിയിലാണ് അതിനെ കാണുന്നത്. ഈ കാമചിന്തയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഇല്ലാതാക്കുന്നത്. അപ്പൊ കാമചിന്തയോടുകൂടി ഒരിക്കലും പാർവതിക്ക് ആരെ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മളാകുന്ന സാധകൻ ആരെ കിട്ടില്ല? ഭഗവാൻ മഹാദേവനെ കിട്ടില്ല. കാമചിന്ത എപ്പോ നശിക്കുന്നോ അപ്പോഴേ എന്ത് കിട്ടുള്ളൂ? ഭഗവാനെ നമുക്ക് കിട്ടുള്ളൂ. അതാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഭഗവാൻ മഹാദേവൻ തൻ്റെ ക്രോധാഗ്നി കൊണ്ട് കാമദേവനെ കത്തിച്ചു, അത് അതിൻ്റെ ഒരു സിംബലൈസ് ആയിട്ട് പറയാം. കാമനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ഒരു സാധകനെ, അദ്ദേഹത്തിൻ്റെ സാധകനെ എന്ന് പറയാൻ സാധിക്കില്ല, ഒരു ഭക്തനെ, സാധന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി കൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയണ്ട. ഭക്തിക്ക് എന്തില്ല? ബെനിഫിറ്റ്സ് വേണമെന്നില്ല. നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു തന്നാലേ ഞാൻ നിന്നെ ഭജിക്കൂ എന്ന് പറയുന്നത് എന്തല്ല? ഭക്തിയല്ല. റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഭക്തിയല്ല. ഭക്തിയിൽ കാമചിന്തയ്ക്ക് സ്ഥാനമില്ല. ഭക്തി നിഷ്കളങ്ക ഭക്തിയാവും നിഷ്കാമ ഭക്തിയായിട്ട് മാറുമ്പോഴേ അത് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് വിളിക്കപ്പെടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ആരുണ്ടാവാൻ പാടില്ല? കാമചിന്ത ഇല്ലാവാൻ പാടില്ല. അപ്പൊ അതിനെയാണ് ഭഗവാൻ കത്തിക്കുന്നത്. അതാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ അതിനെ കാണാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇതിനോടൊക്കെ താല്പര്യം കൂടുള്ളൂ. കഥകളായിട്ട് മാത്രം എടുക്കാതെ ആ കഥയ്ക്ക് പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ശിവനിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ശക്തിയാണ്. തീർച്ചയായിട്ടും. ഇപ്പം നോക്കൂ, നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഏറ്റവും മുകളിൽ സഹസ്രാരം. ഇതിൽ ഈ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ഡലിനി ശക്തി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ശക്തി, അത് ദേവിയാണ്. ആ ദേവി ഈ ഓരോ ചക്രങ്ങളെ ഭേദിച്ച് ഈ സഹസ്രാരത്തിലിരിക്കുന്ന ശിവനെ സമ്മേളിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമാധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ശിവശക്തി സംയോഗമാണ് മോക്ഷം അല്ലെങ്കിൽ സമാധി. അത് മരിച്ചിട്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. അത് അനുഭവിച്ച നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ നമുക്ക് ചുറ്റും നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ശിവനിലേക്കുള്ള പാദശക്തിയാണെന്നും നമുക്ക് പറയാം. അത് നമ്മൾ ശിവനെ ഒന്ന് ഉയർന്ന പുരുഷഭാവത്തിൽ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രകൃതിയിലൂടെ വേണം പുരുഷനിലേക്ക് എത്താൻ. തിരിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. ദേവീ സാധകന്മാർ പറയുക അവിടെ ഭഗവതി ഇരിക്കുന്നത്, ദേവി ഇരിക്കുന്നത് പരമശിവ പഞ്ചാന്ന് പറയുക, പരമശിവ ഭജങ്ക. അപ്പൊ ദേവി ഇരിക്കുന്ന കട്ടിൽ എന്ന് പറയുന്നത് ശിവനാണ് സങ്കല്പം. ദേവി ശിവന്റെ മുകളിലാണ് അത്ര ഇരിക്കുന്നത്. അത് ദേവീ ഭക്തർ പറയുമ്പോൾ ദേവിയെ ഒന്ന് ലിഫ്റ്റ് ചെയ്യും, മഹാദേവനെ സെക്കൻഡറി ആക്കും, അല്ലെ? മഹാദേവന്റെ ഭക്തർ പറയുമ്പോൾ മഹാദേവനെ ലിഫ്റ്റ് ചെയ്യും, ദേവിയെ സെക്കൻഡറി ആക്കും. അപ്പം അതൊക്കെ ഒരു ചൈതന്യത്തിന്റെ തന്നെ പേരുകളാണെന്ന് മനസ്സിലാക്കി ഇതിലൂടെയൊക്കെ കടന്നു പോവുക. എന്തായാലും ദേവി ഈ ശിവനുമായി ചേർന്നിരിക്കുന്ന, പ്രകൃതി പുരുഷനുമായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ആത്യന്തികമായിട്ടുള്ള ആനന്ദാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക.